നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂരിനടുത്ത് കടുങ്ങാത്തുകുണ്ട് സപ്ലൈകോ ഗോഡൌണിൽ 2,78,00,000 രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തി. പോലീസ് അന്വേഷണം തുടങ്ങി. ചമ്രവട്ടം പാർക്കിലെ ശുചിമുറിയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. തിരൂർ MES സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. വെട്ടം AHMLP സ്കൂളിൽ പ്രതിഭാതനം സംഘടിപ്പിച്ചു. റെയിൽവേ അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് DYFI തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപാഠിക്ക് ഒരു കൈത്താങ്ങ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് R. അബ്ദുൽ ഖാദർ നിർവഹിച്ചു. വിശദമായ വാർത്തകൾ. തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് കീഴിൽ 160 റേഷൻ കടകളിലൂടെ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ തിരൂരിനടുത്ത് കടുങ്ങാത്തുകുണ്ട് സിവിൽ സപ്ലൈ ഗോഡൌണിൽ സൂക്ഷിച്ച 2,78,00,000 രൂപ വില മതിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് കാണാതായത്. മറിച്ചു വിറ്റതായാണ് സൂചന. പച്ചരി, പുഴുക്കലരി, ആട്ട, ഗോതമ്പ്, കുത്തരി എന്നിവയാണ് കാണാതായത്. ലെയും 24ലെയും മാർച്ച് 31 വരെയുള്ള സ്റ്റോക്ക് തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസറും സപ്ലൈകോ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗവും ചേർന്ന് പരിശോധിച്ചപ്പോഴാണ് സ്റ്റോക്കിൽ കുറവ് കണ്ടത്. തുടർന്ന് സപ്ലൈകോ തിരൂർ ഡിപ്പോ മാനേജർ AM ദീപ വിവരം സപ്ലൈകോ പാലക്കാട് റീജിയണൽ ഡിപ്പോ മാനേജറെ അറിയിച്ചു. തുടർന്ന് മാനേജർ എറണാകുളം സപ്ലൈകോ ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന് പരാതി നൽകുകയും തിരൂർ സപ്ലൈകോ ഡിപ്പോ മാനേജർ AM ദീപ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ജീവനക്കാരായ 8 പേർക്കെതിരെയാണ് പരാതി. ഇതുപ്രകാരം കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. തുടർന്ന് താനൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ SIമാരായ സന്തോഷ്, ദാസൻ എന്നിവർ ചേർന്ന് ഡിപ്പോയിൽ പരിശോധന നടത്തിയെങ്കിലും ഏത് സമയത്താണ് ഭക്ഷ്യധാന്യങ്ങൾ കടത്തിക്കൊണ്ടുപോയതെന്ന് യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി കേസ് അന്വേഷണം ഊർജിതപ്പെടുത്തും. വെട്ടം ന്യൂസ് തിരൂർ. ചമ്രവട്ടം പാർക്കിലെ ശുചിമുറിയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലത്തിയൂർ പാറശ്ശേരി സ്വദേശി ചെറിയേരി പിടിയേക്കൽ കാസിമിനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. തിരൂർ ജില്ലാശുപത്രിയിൽ ബുധനാഴ്ച രാവിലെ കൈക്ക് പരിക്ക് പറ്റി ചികിത്സ തേടിയെത്തിയതായിരുന്നു പാറശ്ശേരി സ്വദേശി ചെറിയേരി പിടിയേക്കൽ കാസിം. എക്സ്റേ എടുക്കുന്നതിനായി ഡോക്ടർ നിർദ്ദേശിച്ചതായും പറയുന്നു. വൈകിട്ട് 3 മണിയോടെയാണ് ചമ്രവട്ടം പാർക്കിലെ ശുചിമുറിയിൽ കാസിം കയറുന്നത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വാതിൽ തുറക്കാഞ്ഞതോടെ പോലീസ് എത്തി വാതിൽ പൊളിക്കുകയായിരുന്നു. മരിച്ച നിലയിൽ കണ്ടെത്തിയ കാസിമിന്റെ മൃതദേഹം തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെട്ടം ന്യൂസ് ചമ്രവട്ടം. തിരൂർ MES സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാറും പബ്ലിക് റിലേഷൻ ഓഫീസറും ആകാശവാണിയിലെ മുൻ വാർത്താ അവതാരകനുമായ സക്കറിയ MB ക്ലാസിന് നേതൃത്വം നൽകി. സ്വാശ്രയത്വം കൈവരിച്ചു. അവരെല്ലാവരും പക്ഷികൾ അത്രയും ചിറകടിച്ച് നീലാകാശത്തേക്ക് പറന്നുപോയി.
മത്സ്യങ്ങളത്രയും സപ്തസമുദ്രങ്ങളിലൂടെ 10-12 ക്ലാസ്സിനു ശേഷം കരിയറിലെ അനന്ത സാധ്യതകളെക്കുറിച്ച് സക്കറിയ MV വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകി. 32 yearsൽ എവിടെയാണ് നിങ്ങൾ? That happiest place in the universe. Pilot. Studied in I am in the Institute of Management. Last year the placement per annum was minimum 25 lakhs and maximum 62 lakhs. After attaining that goal, I have been traveling all around the world as a CEO of my company. I am the happiest man. I have a very big car, and in that big car I have space for my poor neighbor's son, his daughter. I spend a lot. സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ VP സ്വാഗതം പറഞ്ഞു. സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ബെന്നി PT, പ്രധാനാധ്യാപകന്മാരായ മനോജ് കുമാർ, മുജീബ് റഹ്മാൻ, സ്കൂൾ കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ വിപിൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഈ മൈക്കൊന്നുമില്ലാതെ തന്നെ ക്ലാസ് കഴിഞ്ഞാൽ നല്ല സൗണ്ട് എങ്ങനെയാണെന്നാണോ ഇവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരു സിറ്റുവേഷനിൽ എന്താവശ്യമുണ്ടോ ദാറ്റ് മച്ച് ലൗഡർ യു ഹാവ് ടു സ്പീക്ക്. ഓക്കെ. വെട്ടം ന്യൂസ് തിരൂർ. വെട്ടം AHM-LP സ്കൂളിൽ 2024-25 വർഷത്തെ പ്രഥമ PTA ജനറൽ ബോഡിയും LSS ജേതാക്കൾ USS SSLC ഫുൾ A+, ഹയർ സെക്കൻഡറി ഫുൾ A+, നീറ്റ് എൻട്രൻസ് പരീക്ഷ എന്നിവയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾ, വായനവാരാഘോഷ മത്സര വിജയികളായ പ്രതിഭകൾ എന്നിവരെ ആദരിച്ചു. വലിയ വ്യത്യാസം, ഭാഗ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇഷ്ടംപോലെ അടിമുടി. SOA, LED TV, ഫാൻ എന്നിവ പ്രീ പ്രൈമറി സ്കൂളിന് നൽകുന്നതിന്റെ സ്വീകരണവും നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് NS ബാബു അധ്യക്ഷത വഹിച്ച പരിപാടി വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. ആകാശവാണി കോഴിക്കോട് ന്യൂസ് റീഡർ ഹക്കിം കൂട്ടായി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജർ KV മൂസക്കുട്ടി മാസ്റ്റർ, ICS സെക്രട്ടറി KTO മുഹമ്മദ് കുട്ടി, OSA പ്രതിനിധികളായ അബ്ദുൽ മഹ്റൂഫ്, റഷീദ ടീച്ചർ, സനൂബിയ KV, സ്കൂൾ ലീഡർ ആദിലക്ഷ്മി N എന്നിവർ ആശംസയറിയിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി U മുഹമ്മദ് നന്ദി രേഖപ്പെടുത്തി. പരിപാടികൾക്ക് അധ്യാപകരായ റജില VT, ഫായിസ KT, ഫാസില KTO, ഫൗസിയ TK, റംഷില PV എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് കുത്തനെ ഉയർത്തിയ റെയിൽവേ അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് DYFI തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയ്ക്കകത്തുള്ളതും തീരദേശ മേഖലയിലും മധ്യമേഖലയിലുമുള്ള മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് കഴിഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് റെയിൽവേ സ്റ്റേഷൻ. ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗവും തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ധർണ DYFI ബ്ലോക്ക് സെക്രട്ടറി P സുമിത് ഉദ്ഘാടനം ചെയ്തു. K നൌഫൽ അധ്യക്ഷനായി. T വിനോദ് സ്വാഗതവും K സമീൽ നന്ദിയും പറഞ്ഞു. ധർണയ്ക്ക് K ധനീഷ്, ഷറഫുദ്ദീൻ, K അരുൺകുമാർ, അരുൺ സുബീഷ് എന്നിവർ നേതൃത്വം നൽകി. തുടക്കമടപ്പിക്കപ്പെട്ടവരെ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനകത്ത് യാത്രക്കാർ പാർക്ക് ചെയ്യുന്ന വെട്ടം ന്യൂസ് തിരൂർ. പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവിനോടൊപ്പം കുട്ടികൾ നേടേണ്ട സഹജീവി സ്നേഹവും കാരുണ്യവും ഒരുമയും വളർത്താൻ ഉതകുന്ന തരത്തിൽ പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പദ്ധതിയാണ് സഹപാഠിക്കൊരു കൈത്താങ്ങ്. പദ്ധതിയുടെ ഈ വർഷത്തെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് R അബ്ദുൽ ഖാദർ, SMC ചെയർപേഴ്സൺ കുണ്ടിൽ ഹാജറയ്ക്ക് ഫണ്ട് നൽകി നിർവഹിച്ചു.
എല്ലാ ബുധനാഴ്ചയും കുട്ടികൾ അവരാൽ കഴിയുന്ന ചെറുതോ വലുതോ ആയ ഒരു സംഖ്യ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുന്നു. എല്ലാ ക്ലാസുകളിൽ നിന്നും ലഭിക്കുന്ന തുക ഒന്നിച്ചു ചേർത്ത് സ്കൂളിലെ നിർധരായ കുട്ടികളെ വിവിധ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തി ആവശ്യാനുസരണം സഹായിക്കുന്നു. മരുന്ന് വാങ്ങാൻ പ്രയാസപ്പെടുന്നവർക്ക് മരുന്ന്, വാടക വീട്ടിൽ താമസിക്കുന്ന ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ എന്നിങ്ങനെ ആവശ്യമുള്ള സഹായം രക്ഷിതാക്കളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളിൽ മാനുഷിക മൂല്യങ്ങളും മാനവികതയും വളർത്തുന്ന പദ്ധതിയുടെ ഈ വർഷത്തെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, SMC ചെയർപേഴ്സൺ കുണ്ടിൽ ഹാജറയ്ക്ക് ഫണ്ട് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ ഷറഫുദ്ദീൻ K അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സനിലാസി, KM ഹനീഫ, അബ്ദുൽ ഗഫൂർ T, മുസ്തഫ K, രജിഷ് PK, ഷബീർ ബാബു T, ഉണ്ണിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ് താനൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.